അങ്ങനെ നമ്മൾ ചെറിയൊരു യാത്രയിലാണ്. നമ്മളെ അട്ടപ്പാടി സൈലൻറ്റ് വാലി റൂട്ട് കൂടി ചെണ്ടക്കി എന്ന് പറയുന്ന ഭാഗത്തേക്ക് വെറുതെ ഇങ്ങനെ ഒരു വീട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ ഒരു രസം, അങ്ങനെ ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ ഇവിടെ പഴയ ആദിവാസി ഗോത്രക്കാരുടെ വീടുകളാണ്. അതേപോലെ ഈ വഴിക്ക് ഇങ്ങനെ കുറച്ചങ്ങോട്ട് പോയാലാണ് ഈ ആദിവാസി ചികിത്സ വള്ളിയമ്മാൾ ഗുരുകുലമൊക്കെ ഉള്ളത്. ഞാൻ അതേപോലെ ഞങ്ങൾക്ക് അട്ടപ്പാടിയിൽ ഇവിടെ തോട്ടം ഉണ്ടായിരുന്നു, അപ്പോൾ അത് കൊടുത്തു. അട്ടപ്പാടി തോട്ടം കൊടുക്കുന്ന സമയത്തൊന്നും വിലയില്ല, നല്ല സ്ഥലമായിരുന്നു. തേക്കുവട്ട എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഫുള്ള് ആദിവാസികളാണ് ജോലിക്ക് വന്നിരുന്നത്. ആദിവാസി വിഭാഗക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ നാട്ടിലെ ആളുകളെ മാതിരി രോഗങ്ങളൊന്നുമില്ല. അവർ ഫാസ്റ്റ് ഫുഡിൽ നിന്നൊക്കെ വിട്ട് നിൽക്കും കൊണ്ട് കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ അങ്ങനത്തെ രോഗങ്ങളൊന്നും ഇല്ലാത്ത ആരോഗ്യവാന്മാരായ മനുഷ്യന്മാരാണ്. നമ്മൾ ഈ മലയാളികൾ ഈ ടൗണിൽ ഒക്കെ ഇപ്പോൾ ജീവിക്കുന്ന ആളുകളാണ്. ഫാസ്റ്റ് ഫുഡിന് അടിമപ്പെട്ട് രോഗങ്ങളും ഷുഗർ, പ്രഷർ, കൊളസ്ട്രോളൊന്നും ഇല്ലാത്ത മനുഷ്യന്മാരില്ല ഇപ്പോൾ. പക്ഷേ ഈ അട്ടപ്പാടിയിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് രോഗങ്ങൾ വളരെ കുറവാണ്. രോഗമില്ല എന്നല്ല പറയണത്, പക്ഷേ ഈ ഫാസ്റ്റ് ഫുഡൊന്നും കഴിക്കാതെ ഉൾക്കാട്ടിൽ ഇങ്ങനെ ജീവിക്കണ സൈലൻറ്റ് വാലി ഭാഗത്ത് ഒക്കെ ജീവിക്കണ, അതേപോലെ തേക്കുവട്ട ആ ഭാഗത്തൊക്കെ ജീവിക്കുന്ന ആളുകൾ, ആദിവാസികൾക്ക് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നുമില്ല. 90-100 വയസ്സായ അമ്മൂമ്മമാരൊക്കെ എപ്പോഴും അവിടെ ജീവിച്ചിരിപ്പുണ്ട്. കുപ്പൻ, മാരി, മരുതൻ, ഈശക്കുട്ടി അങ്ങനെ പറഞ്ഞ കുറേ ആളുകൾ നമ്മളെ തോട്ടത്തിലൊക്കെ പണിക്ക് വന്നിരുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട്. നേരെ മറിച്ച് അതേ പ്രായക്കാർ, ആ പ്രായം പോലും നമ്മളെ ഈ മണ്ണാർക്കാടാണ് ഞാൻ താമസിക്കുന്നത്. മണ്ണാർക്കാട് ഒന്നും ആ പ്രായത്തിലുള്ള ആളുകളില്ല. 100-120 വയസ്സ് വരെയൊക്കെയുള്ള മുത്തശ്ശന്മാരൊക്കെ എപ്പോഴും ആദിവാസി മൂപ്പന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ അവർ ഗുളികകൾ കുടിക്കുകയെ അല്ലെങ്കിൽ വേറുള്ള മരുന്നോ അങ്ങനെ ഒന്നുമില്ല. ഓലൊക്കെ ഈ പച്ചമരുന്ന്, എന്തെങ്കിലും രോഗം വന്നാൽ ഈ പച്ചമരുന്ന്, അതുപോലെ ആ പച്ചമരുന്ന് പറിച്ചെടുത്ത് കഴിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു നാളെ മൂപ്പന്മാരത്തൊക്കെ ഇങ്ങനെ ഏകദേശം രോഗങ്ങൾക്കൊക്കെ ഉള്ള മരുന്നുണ്ട്. ഇപ്പം ഏകദേശം ഡോക്ടർമാരൊക്കെ മടക്കണ ഈ ക്യാൻസർ രോഗമായിട്ട് മടക്കണ ആളുകളെ, ഇത്രയും ആളുകൾ വന്നിട്ട് ഇവിടെ ക്യാൻസർ മാറിപ്പോണ ഒരു ഇതാണ് ഈ വള്ളിയമ്മാൾ ഗുരുകുലം. ഇവിടുന്ന് ആളുകൾ പറയുന്നത് ക്യാൻസർ മാറുന്നുണ്ട് എന്നാണ്. അതിന് ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ വരുന്നുണ്ട് ഈ വള്ളിയമ്മാൾ ഗുരുകുലത്തിൽ. പിന്നെ എന്തായാലും നല്ല ആരോഗ്യത്തിൽ ഇപ്പോഴും വിറകടുപ്പിലൊക്കെ ഭക്ഷണം വെച്ച് കഴിക്കുന്നവരാണ്. നമ്മളെ ഗ്യാസിലല്ലേ, ഇവരൊക്കെ എപ്പോഴും വിറകടുപ്പ് അങ്ങനെയൊക്കെ. എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഫുള്ള് കാടാണ്. നല്ല സൈലൻറ്റ് വാലി എന്ന് പറയുന്നത് തന്നെ സൈലൻ്റായിട്ടുള്ള ഏരിയയാണ്. അതിൻ്റെ ഒരു ഭാഗം, താഴെ ഒരു ഭാഗം റോഡാണിത് ഈ ചെണ്ടക്കി എന്ന് പറയുന്ന സ്ഥലം. അവിടെ നമ്മളൊരു നമ്മളെ മണ്ണാർക്കാട് താമസിക്കുന്ന ഒരു ബാബോട്ടുണ്ട്. ബാബോട്ടൻ്റെ കട വരെ വെറുതെ എന്തെങ്കിലും പോയതാണ്. ബാബോട്ടൻ്റെ കട അവിടെ ചെറിയൊരു കടയാണ്. ബാബോട്ടം ഈ KSF-യുടെ ചിട്ടി അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് ഉള്ള പരിപാടിയാണ്. ആ മൂപ്പര് എന്നൊരു 3-4 മണിയാകുമ്പോഴാണ് അട്ടപ്പാടിക്ക് മണ്ണാർക്കാട് നിന്ന് ബസ് കയറുക. എന്നിട്ട് അവിടെ കുറച്ച് നേരം കച്ചവടം, പിന്നെ ബാക്കിയുള്ള KSF-ഒക്കെ ആയിട്ട് ഒരു 8 മണിയാകുമ്പോഴേക്കിനെ ഇറക്കും. അതാണ് നമ്മളെ ബാബോട്ടൻ്റെ കട. അവിടെ ഒരു സ്ത്രീയാണ് കടയിൽ നിൽക്കുന്നത്. കട ചെറിയൊരു കടയാണ്. ബാക്കിയൊക്കെ മൂപ്പര് തന്നെ പരിപാടി, ഈ KSF-ൻ്റെ ഇതൊക്കെ ആയിട്ട് അങ്ങനത്തെ പരിപാടികളാണ്. എന്തായാലും ഇതിനൊക്കെ പോകുമ്പോൾ നല്ല സൈലൻ്റായിട്ട് നല്ലൊരു ശുദ്ധവായു ശ്വസിച്ചിട്ടുള്ളൊരു യാത്ര. ഇനി ഞാനേതായാലും പിന്നെ ഒരു വീഡിയോ ശരിക്കും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കാറിൽ പോയപ്പോൾ വെറുതെ എടുത്താണ്, യൂട്യൂബിൽ ഇടണമെന്ന് എടുത്തൊന്നുമല്ല. അങ്ങനെ ഫോണിൽ ഞാൻ വീഡിയോ എടുത്തത് ഇങ്ങനെ കണ്ടപ്പോൾ അതൊന്നും അങ്ങനെ വെറുതെ ഇട്ടുമെന്നുള്ളൂ. എന്തായാലും നല്ല രസകരമായിട്ട് സുഖമായിട്ടുള്ളൊരു യാത്രയാണ്. നല്ല താഴ്വാരങ്ങളും വനം, അതിൻ്റെ ഇടയിൽ കൂടി കന്ന് വീണതും 4 കാലികൾ പശുക്കളൊക്കെ വീണൊക്കെ
കാണാൻ നല്ല ഭംഗിയാണ്. നല്ല തണുത്ത ഒരു ശുദ്ധ വായുവാണ് ഇവിടെ. അത് അവിടെ എത്തിയാൽ തന്നെ അറിയുള്ളൂ. അപ്പോൾ ഓക്കെ.